നമസ്കാരം. റിതംസിന്റെ ഹിപ്പ് ഹോപ്പ് ട്യൂട്ടോറിയലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും വളരെ സന്തോഷത്തോടെ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 സ്റ്റെപ്പുകൾ വീതം പഠിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാസ്റ്റർ നമുക്ക് വെയിറ്റിങ്ങിലാണ്. നമുക്ക് വളരെ സന്തോഷത്തോടെ മാസ്റ്ററിനെ സ്വാഗതം ചെയ്യാം. വളരെ സന്തോഷത്തോടെ ജെറി മാസ്റ്റർ നമ്മുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്ത മൂമെൻറ്റ്സുകളൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് നേടിയിരിക്കുന്നത്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ ബാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് എന്നെ 1-2 പേര് വിളിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴാണ് എപ്പിസോഡ് വരുന്നത് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്സിലേക്ക് കിടക്കാം. ഓക്കെ. ഹേ ഗായ്സ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ബൗൺസിൻ്റെയും റോക്കിൻ്റെയും 2 സ്റ്റെപ്പ് വീതം പഠിച്ച് ഈ എപ്പിസോഡിൽ നമ്മൾ റോളിൻ്റെയും സ്കേറ്റിൻ്റെയും 2 സ്റ്റെപ്സ് വീതം പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ റോള് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. റോളിൻ്റെ 2 മൂവ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ക്യാബേജ് പാച്ച്, സെക്കൻഡ് വൺ മൊണാസ്ട്രി. അപ്പോൾ നമുക്ക് ക്യാബേജ് പാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ക്യാബേജ് പാച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ കൈ റൊട്ടേറ്റ് ചെയ്യും. കൈ ഇങ്ങനെ റോൾ ചെയ്യും, സർക്കുലറായിട്ട് മൂവ് ചെയ്യും. ആ കൂട്ടത്തിൽ ചെസ്റ്റും റോൾ ചെയ്യുന്നുണ്ട്. ഡയറക്ഷൻ സെയിം ആണ്, ബട്ട് രണ്ട് ടൈമിംഗ് ആണ്. കൈ റൈറ്റിലോട്ട് പോകുമ്പം ചെസ്റ്റ് ലെഫ്റ്റിലോട്ട് പോകും. കൈ ഫ്രണ്ടിലോട്ട് പോകുമ്പം ചെസ്റ്റ് ബാക്കിലോട്ട് പോകും. കൈ ലെഫ്റ്റിലോട്ട് പോകുമ്പം ചെസ്റ്റ് റൈറ്റിലോട്ട് പോകും. കൈ ബാക്കിലോട്ട് വരുമ്പം ചെസ്റ്റ് ഫ്രണ്ടിലോട്ട് വരും. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. രണ്ടും ഒരേ ഡയറക്ഷനാണ്, ബട്ട് ടൈമിങ് വ്യത്യാസമാവും. ഒന്നുകൂടെ കാണിക്കാം. കൈ ആദ്യം റൈറ്റിലോട്ട് പോവും, ചെസ്റ്റ് അപ്പം ലെഫ്റ്റിലോട്ട് വരും. കൈ ഫോർവേഡ്, ചെസ്റ്റ് ബാക്ക്വേർഡ്. കൈ ലെഫ്റ്റ്, ചെസ്റ്റ് റൈറ്റ്. ദെൻ കൈ ബാക്ക്, ചെസ്റ്റ് ഫോർവേഡ്. ഓക്കെ ഓക്കെ ഇതാണ് ക്യാബേജ് പാച്ച്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ലെഗും യൂസ് ചെയ്യുന്നുണ്ട്. ലെഗ് സിമ്പിളാണ്. 2 സ്റ്റെപ്പ്, 1 2 1 2 1 2 സ്റ്റെപ്പ് ചെയ്യാണ്. ഈ സ്റ്റെപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ കൈയും ചെസ്റ്റും യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ്? 1 2 3 4 5 6 7 8. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ ലെഗ് ചെയ്യുമ്പം ലെഗ് സ്റ്റെപ്പ് ചെയ്യുന്നത് കൈയുടെ ഡയറക്ഷൻ അനുസരിച്ചാണ്. കൈ റൈറ്റിലോട്ട് പോകുമ്പം റൈറ്റ് ലെഗ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ആദ്യം റൈറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം കൈ റൈറ്റിലോട്ട് പോകുമ്പോൾ റൈറ്റ്, ദെൻ ലെഫ്റ്റ്, റൈറ്റ്, ലെഫ്റ്റ്, റൈറ്റ്, ലെഫ്റ്റ്. ചെസ്റ്റ് യൂസ് ചെയ്ത് 2 3 4 5 6 7 8. ഇനി നമുക്ക് റോളിൻ്റെ അടുത്ത സ്റ്റെപ്പ് പഠിക്കാം. റോളിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് മൊണാസ്ട്രി എന്നാണ്. നമ്മൾ റോള് പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഹെഡ് പഠിച്ചു, ചെസ്റ്റ് പഠിച്ചു, ഹിപ്പ് പഠിച്ചു, നീസ് പഠിച്ചു. നമ്മൾ നീ റോള് പഠിച്ചായിരുന്നു. ഇൻസൈഡ് ഉണ്ട്, ഔട്ട്സൈഡ് ഉണ്ട്. ഇൻസൈഡ്, ഔട്ട്സൈഡ്. ഓക്കെ, ഈ നീ റോളാണ് നമ്മൾ മൊണാസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ കൈ യൂസ് ചെയ്യുന്നത്. നമ്മൾ ക്യാബേജ് പാച്ചിൽ കൈ ഇങ്ങനെയാണ് റോൾ ചെയ്തത്. ഇനിയിപ്പം മൊണാസ്ട്രിക്ക് കൈ ഇങ്ങനെയാണ് റോൾ ചെയ്യുന്നത്. ഓക്കെ, റോൾ ചെയ്യുന്നത് ഇങ്ങോട്ട് റോൾ ചെയ്യും, തിരിച്ച് ഓപ്പോസിറ്റ് സൈഡ് റോൾ ചെയ്യും. ഹാഫേ വരത്തുള്ളൂ. 1 2 3 4. ഓക്കെ, ഇതിൻ്റെ കൂട്ടത്തിൽ നീസ്. നമ്മൾ റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ നീസ് ഇൻസൈഡ്. 1, ഒന്നുകൂടെ 1, അഗെയിൻ 1, ദെൻ 2 3 4, അഗെയിൻ 3 2 1 ഗോ. 1 2 3 4. ഇതാണ് മൊണാസ്ട്രി. ഇനി നമുക്ക് സ്കേറ്റിലോട്ട് കിടക്കാം. സ്കേറ്റിൽ 2 മൂവ്സ് ഉണ്ട്. അപ്പോൾ ആ 2 മൂവ്, ഫസ്റ്റ് മൂവ് എന്ന് വെച്ചാൽ റോളർ സ്കേറ്റ് ആണ്. നമ്മൾ സ്കേറ്റ് എന്തായിരുന്നു, ഒരു പൊസിഷനിൽ നിന്ന് വേറെ പൊസിഷനിലോട്ട് പോകുമ്പോൾ സ്റ്റെപ്പ് ചെയ്യാതെ സ്ലൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഗ്ലൈഡ് ചെയ്ത് പോകുന്ന മോഷനെയാണ് സ്കേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന മൂവിൻ്റെ പേര് റോളർ സ്കേറ്റ് എന്നാണ്. ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റൈറ്റ് ഓർ ലെഗ് സ്ലൈഡ് ചെയ്യുക. റൈറ്റ്, ഞാനിപ്പോൾ റൈറ്റ് സ്റ്റാർട്ട് ചെയ്യുക. റൈറ്റ് സൈഡിലോട്ട് സ്ലൈഡ് ചെയ്യുക. അഗെയിൻ സ്ലൈഡ് ചെയ്തു, തിരിച്ച് വന്നു. അത് ആ ലെഗ് തന്നെ റൈസ് ചെയ്യുക. അഗെയിൻ 1 2 1 2. സെയിം ഓപ്പോസിറ്റ് സൈഡ്. 3 4 3 4. നമ്മൾ ഈ കാല് റേസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫസ്റ്റ് നമ്മൾ ബൗൺസ് പഠിച്ച് ആ ഡൗൺവേർഡ് ബൗൺസും കൂടെ ഉണ്ട്. ഈ ഒരു ബൗൺസും കൂടെ ഉണ്ട്. കാല് റേസ് ചെയ്യാൻ നേരത്ത് ബൗൺസ് ചെയ്യും. കാല് റേസ് ചെയ്യുമ്പോൾ ബൗൺസ് ചെയ്യും. ഡൗൺവേർഡ് ബൗൺസ്. കാല് റേസ് ചെയ്യും, ബൗൺസ് ചെയ്യും. ഓക്കെ, സ്കേറ്റ്
then bounce. Again, skate, bounce, skate, bounce, skate, bounce. Okay, ഒന്നുകൂടെ ചെയ്യാം. Skate, bounce, skate, bounce, skate, bounce, skate, bounce. 1, 2, 3, 4, 5, 6, 7, 8. ഇതാണ് റോളർ സ്കേറ്റ്. സ്കേറ്റിൻ്റെ അടുത്ത മൂവാണ് ബാർട്ട് സിംപ്സൺ. ബാർട്ട് സിംപ്സൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ സെയിം പ്രോസസ്സാണ്. നമ്മൾ സ്ലൈഡ് ചെയ്യും. നമ്മൾ ആദ്യം സ്ലൈഡ് ചെയ്തത് നിന്നുകൊണ്ട് തന്നെ സ്ലൈഡ് ചെയ്യണം. ഇത് നമ്മൾ സ്റ്റെപ്പ് ചെയ്ത് സ്ലൈഡ് ചെയ്യും. അഗെയിൻ സ്റ്റെപ്പ് ചെയ്ത് സ്ലൈഡ് ചെയ്യും. ഒന്നുകൂടെ സ്റ്റെപ്പ് ചെയ്തു സ്ലൈഡ് ചെയ്ത്. ഇതാണ് 1. 3, 2, 1 ഗോ. 1. ദെൻ 2 എന്ന് പറയുന്നത് നമ്മൾ ലെഫ്റ്റ് ലെഗ് സ്റ്റെപ്പ് ചെയ്യും. നമ്മൾ റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. 1, ദെൻ ലെഫ്റ്റ് സ്റ്റെപ്പ് ചെയ്യും. ഒന്നുകൂടെ റൈറ്റിലോട്ട് മൂവ് ചെയ്തു, സ്ലൈഡ് ചെയ്തു, ദെൻ സ്റ്റെപ്പ്. അഗെയിൻ സ്ലൈഡ്, ദെൻ സ്റ്റെപ്പ്. ഏത് സൈഡിലോട്ടാണോ സ്ലൈഡ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ലെഗ് വേണം സ്റ്റെപ്പ് ചെയ്യാൻ. സെയിം ടു ദ അതർ സൈഡ്. സ്ലൈഡ്, സ്റ്റെപ്പ്. ഓക്കെ, ഇതിൻ്റെ ഹാൻഡ് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. സ്ലൈഡ് ചെയ്യുമ്പം ഹാൻഡ് ഇങ്ങനെ ഇരിക്കുക. പിന്നെ സ്റ്റെപ്പ് ചെയ്യാൻ നേരത്ത് കൈ ഇങ്ങനെ പോവാം. സ്ലൈഡ്, സ്റ്റെപ്പ്, സ്ലൈഡ്, സ്റ്റെപ്പ്, സ്ലൈഡ്, സ്റ്റെപ്പ്, സ്ലൈഡ്, സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ റൈറ്റിലോട്ട് സ്ലൈഡ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് കൈ പോകുന്നത്. സ്ലൈഡ്, ദെൻ സ്റ്റെപ്പ്, സ്ലൈഡ്, ദെൻ സ്റ്റെപ്പ്. ഓക്കെ, ഇതിലൊരു ചെറിയ കാര്യം ശ്രദ്ധിക്കാനുണ്ട്. സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മളിവിടെ ഒരു ബൗൺസ് ചെയ്തിട്ടാണ് സ്റ്റെപ്പ് ചെയ്യുന്നത്. എങ്ങനെ? സ്ലൈഡ് ചെയ്തു, ബൗൺസ്, സ്റ്റെപ്പ്. അഗെയിൻ സ്ലൈഡ് ചെയ്തു, ബൗൺസ്, സ്റ്റെപ്പ്. ഒന്നുകൂടെ 3, 2, 1 ഗോ. സ്ലൈഡ്, സ്റ്റെപ്പ്, സ്ലൈഡ്, സ്റ്റെപ്പ്. ഇതാണ് ബാർട്ട് സിംപ്സൺ. 3, 2, 1 ഗോ. 1 and 2, 3 and 4, 5 and 6, 7 and 8. ഓക്കെ, ആൻഡ് കൗണ്ട് വന്നത് ആ ബൗൺസിൻ്റെ സെക്ഷനാണ്. ബൗൺസിന് കൈ ഇങ്ങനെ പോകും കൂടെ ചെയ്യും. ഇങ്ങനെ പോയി ബൗൺസ്, സ്റ്റെപ്പ്, പോയി ബൗൺസ്, സ്റ്റെപ്പ്. സൈഡ് വൈസ് 3, 2, 1 ഗോ. 1 and 2, 3 and 4, 5 and 6, 7 and 8. Okay, this is Bart Simpson. നമ്മളിന്ന് 2 ഫൗണ്ടേഷൻ്റെ 2 സ്റ്റെപ്സുകൾ വെച്ച് ചെയ്തല്ലേ, റോളിൻ്റെയും സ്കേറ്റിൻ്റെ. അപ്പം നമ്മളിപ്പോൾ ടോട്ടൽ 4 ഫൗണ്ടേഷൻസിൻ്റെ ഈ 2 സ്റ്റെപ്സുകൾ വെച്ചിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഈ 4 എണ്ണത്തിൻ്റെ ഈ 2 വെച്ച് 8 സ്റ്റെപ്സ് മാക്സിമം നന്നായി അത് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് സ്റ്റെപ്പ് കിട്ടി എന്ന് വിചാരിച്ചിട്ട് പ്രാക്ടീസ് നിർത്തരുത്. സ്റ്റെപ്പ് വീണ്ടും 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 നമ്മൾ ചെയ്യുമ്പോഴാണ് അതിന് ഭംഗി കൂടുന്നത്. സ്റ്റെപ്സിനൊരു ഭംഗിയുണ്ടല്ലോ. പിന്നെ നമ്മുടെ മൂവ്മെൻറ്റ്, നമ്മുടെ ബോഡി ആ മൂവ്മെൻറ്റിനോട് എത്രത്തോളം ഇണങ്ങി ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ പ്രാക്ടീസ് കൂടി മാത്രമേ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞത് ശരിയാണല്ലോ അല്ലേ? കാരണം അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് ഇത്രയും പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ പുതിയ എപ്പിസോഡുമായിട്ട് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പം വളരെ സന്തോഷം, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എപ്പിസോഡായിരുന്നു. അപ്പം അടുത്ത എപ്പിസോഡിൽ പുതിയ സ്റ്റെപ്സുമായിട്ട് നമുക്ക് കാണാം. എല്ലാവരും നന്നായി പ്രാക്ടീസ് ചെയ്യുക. അതുവരെ സേഫായിട്ടിരിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നിടം വരെ ബൈ.